Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, പിന്നെയും മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് കുറേ ഉണ്ട് നമുക്ക്. ഇവിടെ ഇലക്ടോറൽ സിസ്റ്റവും അതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള കൺട്രീസുമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സിംഗിൾ മെമ്പർ പ്ലൂറാലിറ്റി ഇവിടെ അയർലൻഡ്, ജർമ്മനി, സൗത്ത് ആഫ്രിക്ക, കാനഡ. സിംഗിൾ മെമ്പർ പ്ലൂറാലിറ്റിയിൽ ഏറ്റവും അനുയോജ്യമായിട്ട് നമുക്ക് സൗത്ത് ആഫ്രിക്കയാണ്. നമുക്ക് അടുത്ത് നോക്കാം. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വരുന്ന സമയത്ത് മാൾട്ടയും അയർലാൻഡുമാണ് അതിന് വ്യക്തമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അടുത്തത് മിക്സഡ് മെമ്പർ പ്രൊപ്പോർഷണൽ. അവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. മിക്സഡ് മെമ്പർ പ്രൊപ്പോർഷണൽ നമുക്ക് ജർമ്മനിയും കാനഡയും നമുക്കൊരു കൺഫ്യൂസിങ് തോന്നാം. പക്ഷേ ഇവിടെ നോക്കുന്നത് ജർമ്മനിയാണ് കുറച്ചും കൂടി അനുയോജ്യമായിട്ടുള്ളത്. ഇനി ലിസ്റ്റ് സിസ്റ്റം വരുന്ന സമയത്ത് ലിസ്റ്റ് സിസ്റ്റത്തിന് ഇവിടെ ഉത്തരം നമുക്ക് കാനഡയായിട്ട് കണക്ട് ആക്കാൻ പറ്റുന്നതാണ്. കാനഡയാണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ 1 ആണ് നമുക്കിവിടെ ആൻസർ ആയി വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion A. Judicial review is a process to restrain executive or the legislature from exercising power which may not be sanctioned by the constitution. ശരിയാണ്. അസെഷൻ എ എന്തായാലും ശരിയാണ്. നമുക്ക് അടുത്ത നോക്കാം. റീസൺ ആർ. സോഴ്സ് ഓഫ് പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഇൻ ഇന്ത്യ ഈസ് ആർട്ടിക്കിൾ 12 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് തെറ്റാണ്. ആർട്ടിക്കിൾ 12 അല്ല, ആർട്ടിക്കിൾ 13 ആണ് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. സോ assertion A is right and assertion R is wrong. So yeah, true and false. So option 3 ആണ് നമുക്ക് ഇവിടെ ഉത്തരം വരുന്നത്. Okay, 98. The book ordered by John Rawls on justice in international relations. സോ ജോൺ റോൾസിന്റെ തിയറി ഓഫ് ജസ്റ്റിസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. നമുക്ക് അധികം സമയം കളയേണ്ട ആവശ്യമില്ല. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വെൻ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അഡ്രസ്സസ് എ ജോയിന്റ് സെഷൻ ഓഫ് ദ പാർലമെന്റ്, ഹൂ പ്രിസൈഡ്സ് ഓഫ് ദ സെഷൻ? സോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റിന്റെ ജോയിന്റ് സെഷൻ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ആരാ പ്രിസൈഡ്സ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സ്പീക്കറാണ്. ലോക്സഭയിൽ സ്പീക്കറാണ് ഈ ജോയിന്റ് സെഷൻ പ്രിസൈഡ്സ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 1 ആണ് ഇവിടെ ഉത്തരം വരുന്നത്. The steep decline in population due to under-investment in healthcare and education known as democratic disaster refers to. So ഹെൽത്ത് കെയറിലും എഡ്യൂക്കേഷനും ഉള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയുന്ന കാരണം ഒരു ഡെമോഗ്രാഫിക് ഡിസാസ്റ്ററിലേക്ക് ലീഡ് ചെയ്യുന്നു. സോ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം നോക്കിയപ്പോൾ നോർവേ, സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റ്സ്, ജർമ്മനി, റഷ്യ. നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റ്സ് ആണ് ഡെമോക്രാറ്റിക് ഡിസാസ്റ്റർ എന്നതിൽ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമുക്കൊരു ഉത്തരം പറയാൻ പറ്റുന്നത്. സോ നമ്മളിപ്പം CUET പൊളിറ്റിക്കൽ സയൻസ് 2023 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കേട്ട എല്ലാവർക്കും താങ്ക് യു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്.